നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. എന്താണ് കോഴിക്കോടിൻ്റെ പ്രത്യേകതകളെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ പറയും ബീച്ചാണ്, ചില ആൾക്കാർ പറയും നല്ല ടൗൺ ആണ്, ചില ആൾക്കാർ പറയും നല്ല ഭക്ഷണം കിട്ടുന്ന നാടാണ്. നമുക്ക് ആ കാര്യം ഒന്ന് അന്വേഷിക്കാം. ഇപ്പോൾ ഈ കാഴ്ചയിൽ കാണുന്ന ആ വ്യക്തിയുടെ പേര് അസീസ്ക എന്നാണ്. ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷത്തിൻ്റെ മുകളിലായി. അതായത് ഇറച്ചിക്കടകളിൽ നിന്ന് കിട്ടുന്ന ഇറച്ചികൾ ശേഖരിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ ഒഴിവ് സമയത്ത് വന്നിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും. ഇത് മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ 30 വർഷമായി ഈ അസീസ്ക ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇത് കോഴിക്കോട് മണ്ണിലെ ഒരു വ്യക്തിയുടെ ഒരു താല്പര്യമുള്ളൊരു പ്രവർത്തന രീതിയാണ്. ഇങ്ങനെ ഓരോ ഭാഗത്ത്, കോഴിക്കോടിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. ചില കാഴ്ചകൾ നമ്മളെ കണ്ണ് നനയിക്കും. എവിടെയോ ഒരു ബുക്കിൽ ഞാൻ വായിച്ചത് ഇപ്പോൾ ഓർമ്മ വരികയാണ്. സ്നേഹമുള്ള സ്ഥലത്ത് ആരോഗ്യമുണ്ടാകും, അവിടെ സമ്പത്തുണ്ടാകും, അവിടെ ബന്ധങ്ങളുണ്ടാകും. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ അത് സത്യമാണ്. കോഴിക്കോടിൻ്റെ ജനങ്ങൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിനെ കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് ദിവസം കോഴിക്കോട് നിന്ന് കഴിഞ്ഞാൽ, താമസിച്ചാൽ പിന്നെ ആ മണ്ണ് വിട്ട് പോകാൻ തോന്നൂല. അതാണ് കോഴിക്കോടിൻ്റെ മണ്ണ്. ഇതുപോലെയുള്ള ഒത്തിരി മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. നല്ല കവികളുണ്ട്, നല്ല എഴുത്തുകാരുണ്ട്, നല്ല കലാകാരന്മാരുണ്ട്, നല്ല പാട്ടുകാരുണ്ട്. നമ്മളെ ബാബുക്ക ജീവിച്ചിരുന്ന മണ്ണ്, ചിരിപ്പിച്ച പപ്പുസാറ് ജീവിച്ചിരുന്ന മണ്ണ്, എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ സാറ് ജീവിച്ചിരുന്ന മണ്ണ്. അങ്ങനെ ഒത്തിരി പേര് ജീവിച്ചിരുന്ന മണ്ണാണ് കോഴിക്കോട് മണ്ണ്. ഈ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിരിച്ചു പോകാൻ തോന്നില്ല. അതാണ് കോഴിക്കോടിൻ്റെ സ്നേഹം. എന്താണ് ഉള്ളത് എന്നുള്ളത് അല്ല, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. അതാണ് കോഴിക്കോട്. സ്നേഹം കൊടുത്താൽ തിരിച്ച് എന്താണോ നാം കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത്. വല്ലാത്തൊരു നാടാണ് കോഴിക്കോട്. അസീസ്ക്ക് ഒരു സംഭവം തന്നെയാണ്.